ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇൻട്രാഡേയുടെ. അപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ പലരും നിഫ്റ്റി എന്ന അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്ന ഇൻസ്ട്രുമെൻസിനെ ശ്രദ്ധിക്കാറില്ല. സോ നമ്മൾ ഇനിയുള്ള നമ്മുടെ ദിവസങ്ങളിൽ നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും കൂടെ കൃത്യമായി നോക്കി തന്നെയായിരിക്കും സ്വിംഗ് ട്രേഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇതുവരെയും അങ്ങനെ ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടെങ്കിൽ, ചുമ്മാ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്ത് അങ്ങ് ട്രേഡ് ചെയ്യുകയാണ്, അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഇനി തൊട്ട് ആ ഒരു ചിന്ത മാറ്റി വെച്ചിട്ട് നമ്മൾ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും കൂടെ കറക്റ്റ് നോക്കും. ആ മൂവ്മെൻറ്റ് കൂടെ വാച്ച് ചെയ്ത് മാത്രമേ അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുകയുള്ളൂ നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ അപ്പോൾ നിഫ്റ്റി ഇന്ന് നല്ല രീതിയിൽ ഒരു അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഒരു അപ്സൈഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി 225 പോയിൻറ്റ്സ് അപ്സൈഡ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ലെവൽസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ബാങ്ക് നിഫ്റ്റി വന്നിട്ട് 712 പോയിൻറ്റ്സ് അപ്സൈഡ് ആണ്. അപ്പം ഇത്രയും ദിവസത്തെ ഒരു ബാഡ് മാർക്കറ്റിനിടയിൽ ഇന്ന് നല്ലൊരു പുഷ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് അപ്സൈഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇന്നൊരു പോസിറ്റീവ് ബയസിലാണ് നിന്നിരുന്നത്. അപ്പോൾ ടോപ്പ് ഗെയിനേഴ്സ് ഇന്ന് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, ശ്രീറാം ഫിനാൻസ്, കൊട്ടാക് മഹീന്ദ്ര, അദാനി എൻ്റർപ്രൈസ് ആൻഡ് ട്രെൻഡ് ആണ്. സോ ഇതിൽ 2 സ്റ്റോക്കുകൾ നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ടാറ്റ മോട്ടോഴ്സ് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് ശ്രീറാം ഫിനാൻസ് നമ്മൾ സ്വിംഗ് ട്രേഡ് മീഡിയം ടേം ട്രേഡ് ആയിട്ടും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടോപ്പ് ലൂസേഴ്സായിട്ട് വന്നത് അൾട്രാടെക് സിമെൻറ്റും, ബജാജ് ഫിനാൻസ്, SBI, ടാറ്റ സ്റ്റീൽ ആൻഡ് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സ് ഇത്തിരി നമ്മൾ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്കാണ്. ബട്ട് ഇപ്പോൾ ഇത്തിരി നെഗറ്റീവ് സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഇന്ന് അപ്സൈഡ് പോയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ് നമ്മൾ റീറ്റെയിലേഴ്സ് അല്ലേ. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഒരു ന്യൂസ് ബേസ്ഡും കൂടിയാണ് ഇന്ന് പോയത്. അപ്പോൾ RBIയുടെ പോളിസി പ്രകാരം റിപ്പോ റേറ്റിൽ വലിയ മാറ്റമൊന്നും ഇല്ലെന്നുള്ള ന്യൂസ് വന്നു. അതിൻ്റെ പിറകെ ഒരു ന്യൂസും കൂടെ പ്രധാനപ്പെട്ട രീതിയിൽ വന്നു. എന്താ പറയുക, ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ മാസത്തെ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തെ കാർ രജിസ്ട്രേഷൻ വളരെ രീതിയിൽ ഹൈ ആണ്. അതായത് മാരുതി സുസുക്കി ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലും മഹീന്ദ്രയുടെയും ഹുണ്ടായെയും കാട്ടി കൂടുതൽ കാർ കഴിഞ്ഞ മാസം സെയിൽ ചെയ്യാനും അത് രജിസ്റ്റർ ചെയ്യിക്കാനും ടാറ്റ മോട്ടോഴ്സിന് കഴിഞ്ഞു. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റ്സിൽ നല്ല രീതിയിലുള്ളൊരു ഒരു രജിസ്ട്രേഷൻ ടാറ്റ മോട്ടോഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാരുതി സുസുക്കി 1,22,278 യൂണിറ്റ് ആണ് വിറ്റതെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് 40,000 മുകളിൽ യൂണിറ്റ്സ് വിറ്റിട്ടുണ്ട്. അത് മഹീന്ദ്രയുടെയും ഹുണ്ടായെയും കാട്ടി കൂടുതലായിട്ട് വിറ്റിട്ടുണ്ട്. അത് 2ാം സ്ഥാനത്തേക്ക് എത്താനായിട്ട് ടാറ്റ മോട്ടോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. സോ അത് എന്താ പറയുക, അതിനുള്ള പ്രധാന കാരണം GST റേറ്റിനുള്ള റാഷണലൈസേഷനാണ്. GST റേറ്റിൽ കട്ട് ഓഫ് വന്നപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾക്ക് പുതിയതായിട്ട് കാർ വാങ്ങാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടെ കാണിച്ചിട്ടുണ്ട്. സോ അതിൻ്റേതായ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ GSTയുടെ ഒരു കട്ട് ഓഫ് വന്നതിന് ശേഷം പല സ്റ്റോക്സിൽ അതിൻ്റേതായ ഗുണം കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ്. നമുക്ക് സ്റ്റോക്കിൻ്റെ ചാർട്ടും കൂടെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഓക്കെ, ഇത്രയും ദിവസത്തെ ഒരു ഡൗൺ സൈഡാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹൈ പോയിരുന്നത് 1176 ആണ്. നമ്മൾ ഈ സ്റ്റോക്കിൽ എൻട്രി ചെയ്തത് മോസ്റ്റ്ലി ഒരു 630-650 റേഞ്ചിലാണ് അല്ലേ. ഈ ഭാഗത്ത് എവിടെയാണ് നമ്മൾ എൻട്രി ചെയ്തത്. ആൻഡ് മാർക്കറ്റ് കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ 3-4 കൊല്ലം ഹോൾഡ് ചെയ്യുന്ന കണക്കാക്കിയാണ് കയറിയത്. മാർക്കറ്റ് കുറച്ച് ഡൗൺ സൈഡ് തന്നു. ആൻഡ് ഇപ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റ് തന്നേക്കുന്നത് നല്ല രീതിയിലുള്ള ബൈയിങ് പ്രഷർ, ഈ ന്യൂസ് ബേസ്ഡും കൂടെയാണ് നല്ല രീതിയിലുള്ള ബൈയിങ് പ്രഷർ മാർക്കറ്റ് തന്നിട്ടുണ്ട്. സോ ഏത് റേഞ്ച് വരെയാണ് മാർക്കറ്റിന് ഇനി ടാറ്റ മോട്ടോഴ്സ് റൺ ചെയ്യാൻ സാധ്യതയെന്ന് ചോദിച്ചാൽ 740 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ മേജർ സെൽ ഓഫ് വരുന്നത് 740 റേഞ്ചാണ്. ആൻഡ് ടാറ്റ മോട്ടോഴ്സ് ഈ റേഞ്ച് സ്ട്രോങ്ലി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ആദ്യം വേണ്ട കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 740 എന്നുള്ള റേഞ്ചിൽ ഒരു സ്ട്രോങ് ക്ലോസിങ്, ഒരു വീക്ക്ലി ക്ലോസിങ് അല്ലെങ്കിൽ ഒരു ഡേ ടൈം ഫ്രെയിമിലായാലും ഒരു സ്ട്രോങ് ക്ലോസിങ് കിട്ടിയ ടാറ്റ മോട്ടോഴ്സിലേക്ക് പഴയ ഒരുപാട് ബയേഴ്സ് തിരിച്ചെത്തും. സോ ടാറ്റ മോട്ടോഴ്സ് നമ്മുടെ റീറ്റെയിലേഴ്സിൻ്റെ ഒരു ഡാർലിംഗ് സ്റ്റോക്ക് എന്ന് തന്നെ പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ ലെവൽസാണ്. നമ്മളിന്ന് രാവിലെ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് രാവിലെ നമ്മുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു കാര്യം പ്രത്യേകിച്ച് ഉണ്ടാവണമെന്ന്, ഇന്നലത്തെ ലോ അത് റിട്ടേൺ ചെയ്യണമെന്ന്. സോ ഇന്ന് നിഫ്റ്റി ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലോ റിട്ടേൺ ചെയ്തു. ആൻഡ് നമ്മുടെ ലെവൽസിലേക്ക് ഓരോന്നായിട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിൽ പോയി അല്ലേ. നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെയൊക്കെ ലൈവ് അപ്ഡേറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും അൺബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ നിഫ്റ്റിയുടെ ഒരു ലെവൽസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24,670 ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്താൽ മാർക്കറ്റിൽ അപ്സൈഡ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആൻഡ് മാർക്കറ്റ് ഈ ഒരു ലെവൽസ് ഓരോ ലെവലും നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോയിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇന്നൊരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 24,800 മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് കിട്ടിയാൽ മേ ബി നമുക്ക് നല്ലൊരു ബുള്ളി സൈഡിലേക്ക് പോകാമെന്ന്. 24,800 മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റിന് ഒരു ബയേഴ്സിൻ്റെ ഒരു പുഷ് ഇന്ന് നമ്മൾ നല്ല രീതിയിൽ കാണാനും ശ്രദ്ധിച്ചു. സോ നമുക്ക് ഈ ലെവൽസൊക്കെ ഒന്ന് മാറ്റിക്കളയാം. ആൻഡ് അടുത്ത
ഇതിൻ്റെ ഇനി നമ്മൾ അടുത്ത ദിവസം അടുത്ത ട്രേഡിംഗ് ഡേ എന്ന് പറഞ്ഞാൽ നാളെ ട്രേഡിംഗ് ഹോളിഡേ ആണ്, മറ്റന്നാളാണ് ഈ ട്രേഡിംഗ് ഡേ ഉള്ളത്. സോ മറ്റന്നാൾ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ ഇനി നിഫ്റ്റിയുടെ ലെവൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം മാർക്കറ്റ് ഇന്നൊരു അപ്സൈഡ് തന്നു എന്നുള്ളൊരു പോസിറ്റീവ് സൈനോടെ നമുക്ക് നിൽക്കാം. നിങ്ങളിവിടെ കണ്ടു, നേരത്തെ ഇതിന് മുന്നേ നിഫ്റ്റി കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡൗൺ സൈഡ് വന്നിട്ട് ഒരു അപ്സൈഡ് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് മാർക്കറ്റ് പിന്നെ ആ ഒരു അപ്സൈഡ് റാലി കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. നിങ്ങൾ നോക്കി, ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് റാലി ഒരു ക്യാൻഡിൽ തന്ന ശേഷം കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും നിഫ്റ്റി ആ ലോ വരെ എത്തിയില്ല, അതിന് മുന്നേ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാൻഡിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്നൊരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് മേജർലി ഇനി 24,836 എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മേജർലി ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് എന്താ പറയുക കടന്നു പോകേണ്ടത് ഈ 25,000 എന്നുള്ള റേഞ്ച് തന്നെയാണ്. ഈ ഒരു റേഞ്ചിലായിരിക്കും ഇനി നമ്മൾ ക്രൂഷ്യലി ബയേഴ്സിൻ്റെ കൺട്രോളിലാവോ എന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഈ 25,000 എന്നുള്ള റേഞ്ച് സ്ട്രോങ്ലി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരുപാട് റീറ്റെയിലേഴ്സ് തിരിച്ചെത്തും. ഇപ്പോൾ ഒരുപാട് ആളുകൾ സ്വിംഗ് ട്രേഡോ ഒന്നും ചെയ്യാതെ മാറി നിൽപ്പുണ്ട്. ഈ 25,000 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ തിരിച്ച് മാർക്കറ്റിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റി ലെവൽസും കൂടെ നമുക്ക് നോക്കിയിട്ട് പോകാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പെക്യുലർലി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞ വേറൊരു കാര്യം എന്തായിരുന്നു, 54,720 അല്ലെങ്കിൽ 700 എന്നുള്ള റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ കുറച്ചധികം ദിവസമായിട്ട് ശ്രമിക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 26-ാം തീയതി തൊട്ട്. ആൻഡ് മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിൽ ആ ഒരു ബ്രേക്ക് ചെയ്തെന്ന് മാത്രമല്ല, ബ്രേക്ക് ചെയ്ത് ആ സോൺ റീടെസ്റ്റിംഗ് ചെയ്തിട്ടാണ് മാർക്കറ്റ് അപ്സൈഡ് മൊമെന്റം തന്നത്. നമ്മുടെ ഓരോ ലെവലും സ്ട്രോങ്ലി വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇന്നത്തെ ഈ ഒരു സോണായിരുന്നു എൻ്റെ ഒരു വാച്ച് പോയിന്റ്. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുന്നിടത്തോളം ഇവർക്ക് ചെയ്ത ശേഷമാണ് മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് വന്നത്. സോ നമുക്ക് ഈ ഒരു ലെവൽസ് എല്ലാം കളയാം. അപ്പോൾ മറ്റന്നാൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളത് ഇൻട്രാഡേ ലെവൽസിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് സ്റ്റോക്ക് വാറിയ എനർജീസ് ആണ്. അമേരിക്കയിൽ ഒരു വാറിയ എനർജീസിനെതിരെ ഉണ്ടായ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോപ്പർ സെല്ലിംഗ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ റെഡ് ക്യാൻഡിൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം അല്ലേ. വാറിയ എനർജീസ് പ്രോപ്പർലി ഉള്ളൊരു സെല്ലിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ സെല്ലിംഗ് കഴിഞ്ഞ ക്യാൻഡിൽ ശേഷം മാർക്കറ്റ് ഒരു ഡിമാൻഡ് ഏരിയയിലെത്തി. ആ ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ശ്രമം നടത്തുകയാണ്. ആൻഡ് എന്താണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഈ ലോ 3170 എന്നുള്ള ലോ വാറിയ എനർജീസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ, 3130 എന്നുള്ള ലോ വാറിയ എനർജീസ് കീപ്പ് ചെയ്യുവാണെങ്കിൽ ഈ വാറിയ എനർജീസ് തിരിച്ച് ഒരു 3800 റേഞ്ചിലേക്ക് പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് ജസ്റ്റ് പ്രോബിലിറ്റി മാത്രമാണ് നമുക്ക് വാച്ച് ചെയ്യാം വാറിയ എനർജീസിൻ്റെ സ്റ്റോക്ക്. ആൻഡ് അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഹീറോ മോട്ടോകോപ്പാണ്. ഞാൻ ഹീറോ മോട്ടോകോപ്പ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹീറോ മോട്ടോകോപ്പ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത സോൺ ഈ 5470 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാനാണ്. ആൻഡ് ഹീറോ മോട്ടോകോപ്പിന് ആ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു 5800 എന്നുള്ള ലെവലിലേക്ക് ഹീറോ മോട്ടോകോപ്പ് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ സ്റ്റോക്കിൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഗബ്രിയേൽ ഇന്ത്യയാണ്. ഗബ്രിയേൽ ഇന്ത്യയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ഈ ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ തരികയാണ്, അപ്സൈഡ് ടെൻഡൻസി കാണിക്കുകയാണ്. ആൻഡ് മാർക്കറ്റ് ഇവിടെ നമുക്കൊരു ചെറിയ ട്രെൻഡ് ലൈൻ ഉണ്ട്, ഒരു 48% അപ്സൈഡാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ഈ ഗ്യാപ്പ് അപ്പ് തന്നെ നോക്കിയാൽ തന്നെ 48% അപ്സൈഡാണ് നിൽക്കുന്നത്. ആൻഡ് മാർക്കറ്റിന് പ്രത്യേകിച്ച് ബെയർ സെൻറ്റിമെൻറ്റ്സ് ഒന്നും നിലവിലില്ല. ജസ്റ്റ് മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റിലേക്കാണ് എത്തിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഗബ്രിയേൽ നമുക്ക് വരുന്ന ദിവസങ്ങളിലേക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ശ്രമിക്കാം. ആൻഡ് 1300 ഈ സ്റ്റോക്കിനൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ ഗബ്രിയേൽ നമുക്ക് വാച്ച് ലിസ്റ്റ് ഇട്ടേക്കാം. അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഓയിൽ ഇന്ത്യയാണ്. ഓയിൽ ഇന്ത്യ ഞാൻ കുറച്ചധികം ദിവസമായിട്ട് വാച്ച് ലിസ്റ്റ് ഇട്ടേക്കുന്ന ഒരു സ്റ്റോക്കാണ്. ആൻഡ് ഞാൻ ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു 420 ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകുമ്പോഴായിരിക്കും ഞാൻ ഈ സ്റ്റോക്ക് കൂടുതൽ നോക്കുന്നത്. സോ അതുവരെയും ഞാൻ ജസ്റ്റ് വാച്ച് ലിസ്റ്റിലേ ഇട്ടിട്ടുള്ളൂ. ആൻഡ് 420 ബ്രേക്ക് ചെയ്യുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. അടുത്ത സ്റ്റോക്ക് സിർമ ആൻഡ് SGS ടെക്നോളജിയാണ്. കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ആൻഡ് 870 റേഞ്ച് ബ്രേക്ക് ചെയ്താൽ നല്ലൊരു ബൈയിങ് പ്രഷർ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നും ഈ സ്റ്റോക്ക് ക്യാൻഡിൽ ബേസ് നല്ലൊരു എൻട്രി കാണിക്കുന്നുണ്ട്. ഓക്കെ, സിർമ SGS. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാൻ ടെലിഗ്രാമിൽ, നമുക്ക് ഈ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. അടുത്തത് ട്രാൻസ്ട്രയൽ റൈറ്റനിങ് ആണ്. ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ ട്രാൻസ്ട്രയലിനെ കുറിച്ചുള്ള അഭിപ്രായം. ട്രാൻസ്ട്രയൽ എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ് കമ്പനിയിൽ. സ്റ്റോക്ക് ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ ഈ സ്റ്റോക്ക് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം, ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് തന്നിട്ടുണ്ട്. ബട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്കിന് ശേഷം ഒരു കണ്ടിന്യൂവേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു ബെയറിഷ് വ്യൂവിലേക്ക് ഞാൻ പോകും. എപ്പോഴാണ് ഈ 717 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഞാൻ ബെയറിഷ് വ്യൂവിലേക്ക് പോകും. ഒരു ഡൗൺ സൈഡ് വ്യൂ ഞാൻ പ്രതീക്ഷിക്കും. മറിച്ച്
ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ അടുത്ത ട്രേഡിംഗ് ഡേയ്സിൽ 543 അല്ലെങ്കിൽ 545 റേഞ്ച് മുകളിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ഞാൻ വീണ്ടും അപ്സൈഡ് വ്യൂവിലേക്ക് ഈ സ്റ്റോക്ക് പോകും. ആൻഡ് എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 540. ഓക്കെ, 545 റേഞ്ചിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ എൻ്റെ വ്യൂ അപ്സൈഡിലേക്ക്, മറിച്ച് 720 എന്നുള്ള ഈ റേഞ്ചിനെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡ് വ്യൂവിലേക്കും ഞാൻ ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യും. ട്രാൻസ്ഫർ ലൈറ്റിംഗ് അപ്പോൾ നിലവിൽ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിൽ നിൽക്കുകയാണ്, ഒരു ലിക്വിഡിറ്റി ഹണ്ട് നടത്തിയിട്ടുണ്ട്. സോ വരുന്ന ദിവസങ്ങളിൽ ട്രാൻസ്ഫർ ലൈറ്റിംഗ് നമുക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. അടുത്ത എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പൂനാവാല ഫിൻകോർപ്പാണ്. നിങ്ങൾ നോക്കി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈക്ക് അടുത്ത് നിൽക്കുകയാണ്. ഈ സ്റ്റോക്ക് ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ബേസിൽ നിന്നും മാക്സിമം 22% മൂവ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നിട്ടാണ് ഈ സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈ റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു റേഞ്ച് മാത്രം നോക്കിയാൽ, ഈ ഒരു ഒറ്റ ക്യാൻഡിൽ നോക്കിയാൽ തന്നെ മോസ്റ്റ്ലി ഒരു 13% മൂവ്മെൻറ്റ് ഒരൊറ്റ ക്യാൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഇൻസൈഡ് ബാർ സെറ്റപ്പിൽ പൂനാവാല ഫിൻകോർപ്പ് നിൽക്കുകയാണ്. പിന്നെ വരുന്ന ഡേയ്സിൽ ട്രേഡിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുകയാണ്. ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്താണ് ഞാൻ ഈ ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാം, പൂനാവാല ഫിൻകോർപ്പ്. അപ്പം ഇത്രയും ചെറിയ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത്. അടുത്ത പ്രീ മാർക്കറ്റ് ഡേക്ക്, അതായത് മറ്റന്നാൾ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ഞാൻ കൂടുതൽ സ്റ്റോക്സ് ഉൾപ്പെടുത്താം. ആൻഡ് മാർക്കറ്റിലെ പ്രധാനപ്പെട്ട അന്നത്തെ വിശേഷങ്ങളെല്ലാം നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.